ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെയ് മാസം ആദ്യ ആഴ്ചയിലെ വാരഫലമാണ് നോക്കുന്നത്. മേടമാസം 3-ാമത്തെ ആഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഓരോ ജാതകർക്കും അവരവരുടെ ഗ്രഹനിലയനുസരിച്ച് നമുക്ക് നക്ഷത്രഫലത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽപാദം ചേർന്നാണ് മേടക്കൂറ്. മേടരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുകയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളായിട്ട് നമുക്ക് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ട് വരിക എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഈ ആഴ്ച മേടരാശിക്കാർക്ക് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും തന്നെയും കുട്ടികൾക്ക് കുറച്ച് മെച്ചപ്പെട്ട ഒരു കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നടക്കുകയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാവുകയും മറ്റും അതിനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാഴ്ചയായിട്ടാണ് നമുക്ക് മേടരാശിക്കാർക്ക് ഈ ആഴ്ച പറയാം. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മോഹഭംഗങ്ങൾ നടക്കുക, മോഹഭംഗങ്ങൾ വരിക, എല്ലാ തരത്തിലുള്ള കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കുക എന്നാണ് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈശ്വരനെ ഭജിച്ച് നമ്മുടെ മനസ്സിൻ്റെ സങ്കടം വരുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാനും അതിനെ അതിജീവിക്കാനുമായിട്ട് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ കഴിച്ച് മനസ്സിന് ശാന്തി വരുത്തേണ്ടതും ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ ശാന്തി വരുത്തി പോകുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പല വഴിക്ക് കരകയറാനും അതിൽ നിന്നും നമുക്കൊരു മനഃശാന്തി ഉണ്ടാകാനും സാധിക്കുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക മുക്കാപ്പാദവും രോഹിണി മകീരത്തിൻ്റെ അരയും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച നല്ല കാലമായിട്ടാണ് പറയുന്നത്. അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളായിട്ടും അവർ നേരിടുന്ന പല കാര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ട് വരികയും അതോടൊപ്പം തന്നെ അവർ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും വരിക. ജോലിക്കാര്യങ്ങളിലായാലും അവർ ശ്രമിക്കുന്ന എല്ലാ മേഖലയിലുള്ള എല്ലാ ആൾക്കാർക്കും ഗുണദോഷമായിട്ടാണ് പറയുന്നത്. അതിൽ ഗുണങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അവർക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊരു സാധ്യത നമ്മൾ ഈ ആഴ്ച ഇടവരാശിക്കാർക്ക് പറയുന്നുണ്ട്. അവർ വളരെയധികം അവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം മെച്ചമുണ്ടാകുമെങ്കിലും പേഴ്സണലായിട്ടുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾ കുറച്ച് അവരെ അലട്ടുകയും അതുമൂലം കുറച്ച് ധനനഷ്ടം വരികയും ചെയ്യുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ വാഹനത്തിന് കംപ്ലൈൻറ്റുകൾ വരിക, അതുമൂലം ഉണ്ടാകുന്ന ധനനഷ്ടങ്ങൾ വരിക, സമയനഷ്ടവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കൂടിയിട്ടും മനസ്സസ്വസ്ഥമാക്കാതെയും പോകേണ്ടതാണ്. അപ്പോൾ ഈ വരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറാനായിട്ട് അവർ കൃഷ്ണനെ നന്നായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും അങ്ങനെ മനസ്സിന് ശാന്തി വരുത്തേണ്ടതും ചെയ്യേണ്ടതാണ്. മിഥുനക്കൂറ് മകീരത്തിലരയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. നമുക്ക് കൂടുതലും ഗുണങ്ങളായിട്ടാണ് പറയുക. കുടുംബത്തിലെ സമാധാനം ഉണ്ടാകുക, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിട്ടുള്ള വഴക്കുകൾക്കൊക്കെ ഒരു സമാധാനം കിട്ടുക, പുതിയ അവസരങ്ങൾ തേടി വരിക, പുതിയ ബന്ധുമിത്രാദികളുമായിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, എല്ലാ തരത്തിലും ഒരു കുടുംബാന്തരീക്ഷം വളരെയധികം നല്ല രീതിയിലേക്കൊരു ശാന്തി, സമാധാനം അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ പുതിയ ഗ്രഹം നിർമ്മിക്കാൻ സാധിക്കുക, അതിലുള്ള തന്നെ വാഹനയോഗം ഉണ്ടാവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച ഉണ്ടാവും. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും നമ്മൾ ഗുണമായിട്ട് പറയുന്നത്. പക്ഷേ അതിൽ മധ്യവയസ്കരായ ആൾക്കാരുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സംസാരം മുഖേനയുള്ള കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അവർ നല്ലത് വിചാരിച്ച് പലർക്ക് കാര്യങ്ങൾ പറയുമെങ്കിലും അത് പല രീതിയിലുള്ള സംസാരദോഷമായിട്ട് തിരിച്ചു വരികയും അതുമൂലമുള്ള ഒരു മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. മിഥുനരാശിക്കാരും ഈ ആഴ്ച തങ്ങൾക്ക് നേരിടുന്ന സങ്കടങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ മനസ്സിന് ശാന്തി വരുത്തുകയും ചെയ്യേണ്ടതാണ്.
കർക്കിടക്കൂറ്. പുണർദം കാൽപാദവും പൂയം ആയില്യവും ചേർന്നതാണ് കർക്കിടക്കൂറ്. കർക്കിടക രാശിയിലെ മധ്യവയസ്കരായ ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നമാണ് പറയുന്നത്. പലതരത്തിലുള്ള രോഗപീഠകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് കുറച്ച് അലയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് ആ രോഗത്തിലുള്ളവരും അല്ലാത്തവരും ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട, യഥാവിധി മരുന്നുകൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും തങ്ങൾക്ക് ചെറിയ അസ്വസ്ഥത വരുമ്പോൾ അത് ചെറിയ രീതിയിൽ ഗൗനിച്ച് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് വലിയ മറ്റു പല അസുഖങ്ങളിലേക്ക് പോകാൻ ഒരു സാധ്യത പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജോലി തേടുന്ന ആൾക്കാർക്ക് കുറച്ച് സങ്കടകരമായ അവസ്ഥയാണ്. അവർ ശ്രമിക്കുന്ന ഫലങ്ങൾക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ഗുണം കിട്ടണമെന്നില്ല. പക്ഷേ സങ്കടപ്പെടാതെ വീണ്ടും ശ്രമിക്കുമ്പോൾ അവർക്ക് ജോലി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിലുള്ള ആൾക്കാർക്കും ദാമ്പത്യത്തിലുള്ള ആൾക്കാർക്കും കുറച്ച് അസ്വസ്ഥതകൾ കുടുംബത്തിനകത്ത് വരാനൊരു സാധ്യതയുണ്ട്. സാമ്പത്തികപരമായുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ സാമ്പത്തികമായി സഹായിച്ചപ്പോൾ അതിൽ നിന്നും ഉണ്ടായ ദുരിതം, അങ്ങനെ നമുക്ക് കുറേ പറ്റുക, നമുക്ക് കുറച്ച് ലോൺ പേയ്മെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് അടയ്ക്കാൻ പറ്റാതെ വരിക, അതുമൂലം ഉണ്ടാകാവുന്ന ശത്രുതാഭാവം, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ശകാരവർഷങ്ങൾ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്ന രീതിയിലുള്ള പല മാനസിക സംഘർഷങ്ങളും വരാനൊരു സാധ്യത അവിടെയുണ്ട്. ഇവർ യഥാശക്തി ഇങ്ങനത്തെ സങ്കടങ്ങളിൽ പെടാതിരിക്കാനും മനസ്സിന് സമാധാനം കിട്ടാനും ഇതിൽ നിന്നൊരു മോചനം കിട്ടാനുമായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും അങ്ങനെ ദർശനം നടത്തി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം കാൽപാദം ചേർന്നാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിയിലെ ഉള്ള ആൾക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ കാലമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ഭൂമി സംബന്ധമായ വാങ്ങൽ വിൽക്കലുകൾ നടക്കുകയും അതിനുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വിവാഹം തേടി നടക്കുന്ന ആൾക്കാർക്ക് മംഗളയോഗങ്ങൾ വരികയും ജോലിയിലുള്ള ആൾക്കാർക്ക് പുതിയ ജോലി ലഭിക്കുകയും പൊതുവെ ഒരു സമാധാനപരവും സന്തോഷകരവുമായ ഒരാഴ്ചയായിരിക്കും ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മുതിർന്ന ആൾക്കാർക്ക് രോഗപീഠ ഉണ്ട്. അതുകൊണ്ട് രോഗപീഠ ഇന്ന് ഒഴിവാകാനായിട്ടുള്ള ശ്രദ്ധകൾ കൊടുക്കുകയും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ പ്രോപ്പറായി ചെയ്യുകയും നല്ല രീതിയിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ആരോഗ്യത്തെ ഗൗനിക്കുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് ചെറിയ കുട്ടികളുമായി സങ്കടങ്ങളുണ്ടാകുകയും അവരുമായി വഴക്കുണ്ടാകേണ്ടയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങരാശിക്കാർ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നൊക്കെ കരകയറാനായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും അങ്ങനെ മനസ്സിനും ശാന്തി കിട്ടുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മനസ്സിന് കൂടുതൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാനായിട്ട് ധ്യാനം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. കന്നിക്കൂറ്. ഉത്രം മുക്കാൽ പാദവും അത്തം ചിത്രയുടെ അരപ്പാദവും ചേർന്നാണ് കന്നിക്കൂറ്. കന്നിരാശിയിലുള്ള വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പലതരത്തിലുള്ള അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാൻ ഒരു സാധ്യത ഉണ്ട്. അത് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വാഹനം തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് അശ്രദ്ധ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന വഴക്കുകളൊക്കെ തീർന്ന് കുടുംബ ബന്ധങ്ങൾ കുറച്ച് കൂടെ ഉഷാറായി വരികയും നല്ല രീതിയിലുള്ളൊരു ബന്ധങ്ങൾ വളരുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരിക, അതുമൂലമുണ്ടാകാവുന്ന സന്തോഷങ്ങൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. അവരുടെ സംസാരം ചിലപ്പോൾ ദോഷകരമായി വരാനൊരു സാധ്യതയുണ്ട്. അതുമൂലം വഴക്കുകൾ ഉണ്ടാവുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ബന്ധങ്ങൾ ചിലപ്പോൾ പ്രശ്നത്തിലാവാനൊരു സാധ്യത അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പം ഇതിൽ നിന്നെല്ലാം കരകയറാനായിട്ട് മനസ്സിന് ശാന്തി കിട്ടാനായിട്ടും നമഃശിവായ ജപിക്കുകയും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ മനസ്സിന് ശാന്തി വരികയും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറാനും നല്ല ഒരു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ്.
തുലാക്കൂറ് ചിത്തിര അരപ്പാദവും ചോതി വിശാഖം മുക്കാൽ പാദവും ചേർന്നതാണ് തുലാക്കൂറ്. തുലാരാശിയിലുള്ള മുതിർന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് അവർ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് നഷ്ടം വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പലരും അവരെ കബളിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് പറയുന്നത്. മധ്യവയസ്കന് മുകളിലുള്ള ആൾക്കാർക്കാണ് ശ്രദ്ധിക്കേണ്ടത് പറയുന്നത്. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരികയും ഭക്ഷണം മൂലമുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ള ആൾക്കാർക്ക് സന്തോഷകരമായ കാലമാണ്. അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരികയും പുതിയ ഗ്രഹമുണ്ടാക്കാനും അതേപോലെ തന്നെ വാഹനം വാങ്ങാനുമുള്ള ഒരു കാലമായിട്ട് വേണം നമ്മൾ ഈ ആഴ്ച തുലാരാശിയിലെ ദമ്പതികൾക്ക് പറയാനായിട്ട്. അതേപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് സംസാരം വീണ്ടും സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സംസാരം കൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾ വഷളാകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അവർ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടും. പ്രത്യേകിച്ച് ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് സംസാരം കൊണ്ട് വഷളാകുന്ന ഒരു സാഹചര്യം വരാം. തുലാരാശിക്കാരും തങ്ങൾക്കുണ്ടാകാവുന്ന മാനസിക സങ്കടങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും മനസ്സിന് ശാന്തി വരുത്തുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുത്ത് നമ്മുടെ ദുഃഖത്തെ അകറ്റാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ധന്വന്തരി ജപം നടത്തുന്നതും ഉത്തമമായിരിക്കും. വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിയിലുള്ള കുട്ടികൾക്ക് വളരെയധികം സന്തോഷപ്പെട്ട കാലമാണ്. അവർക്ക് അവരുടെ വിദ്യാപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും പുതിയ സ്കൂളുകൾ മാറാനും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകാനും അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്കും വിദ്യ തേടുന്ന ആൾക്കാർക്ക് വളരെയധികം പുതിയ പുതിയ അവസരങ്ങൾ വരികയും പുതിയ കോഴ്സുകൾ ചേരാനും അവരാഗ്രഹിച്ച രീതിയിലുള്ള വിദ്യ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഈ ആഴ്ച വൃശ്ചികരാശിയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നതാണ്. പക്ഷേ അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യണം. കാരണം വിദ്യാപരമായി അവരെ പലരും പറ്റിക്കപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട്. പല തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരാം എന്ന് പറയുകയും അത് അവരെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തു ചാടിയ ഒരു കാര്യം ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാനും. അതേപോലെ തന്നെ അനിഴ നക്ഷത്രത്തിലുള്ള ദമ്പതികൾ സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരിക, ഭക്ഷണം മുഖേനയുള്ള പ്രശ്നങ്ങൾ വരിക. അവ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ വളരെയധികം സൂക്ഷിക്കണം. കാരണം പുറത്തുനിന്ന് ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അനിഴ നക്ഷത്രത്തിലുള്ള ആൾക്കാർ. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാരും സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ ആരോഗ്യത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനൊരു സാധ്യത ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മനസ്സിന് ശാന്തി കിട്ടാനായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഭദ്രകാളി ക്ഷേത്രം ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ നമുക്ക് മനസ്സിനും ശാന്തി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ രോഗപീഠ വരുമ്പോൾ അത് വച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന ഫലപ്രദമായ ചികിത്സാ രീതികൾ എടുക്കേണ്ടതാണ്. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽപാദം ചേർന്നതാണ് ധനുക്കൂറ്. ധനുരാശിയിലുള്ള ദമ്പതികൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ കാലമാണ്. അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പല കാര്യങ്ങൾ നടക്കുകയും വീട് വയ്ക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ പുതിയ വാഹനം വെക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ അവരാശിച്ച ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് വിവാഹം പെട്ടെന്ന് നടക്കാനൊരു സാധ്യത പറയുന്നുണ്ട്. മംഗളയോഗങ്ങൾ പറയുന്നുണ്ട്. കുടുംബത്തിലുള്ള പുതിയ പുതിയ ബന്ധങ്ങൾ വരികയും ആ കുടുംബം വലുതാവുന്ന ഒരു സാഹചര്യവും ഈ ആഴ്ച ധനുരാശിയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് പൂരാട നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അവർ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടി വേണ്ടി ചെയ്യും. അശ്രദ്ധമായി ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ വരികയും അത് അവരെ മാനസികമായി തളർത്തുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന കമൻറ്റുകൾ അത് അവരെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളെ നമ്മൾ
സ്വീകരിക്കാതിരിക്കുകയും മനസ്സിന് ശക്തി കിട്ടാനായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പ്രശ്നങ്ങളെയെല്ലാം വളരെയധികം ശാന്തതയോടെ നേരിടുവാണെങ്കിൽ നമുക്കിതിൽ നിന്ന് തരണം ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ നേരിടുന്ന ആൾക്കാർ, ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ടാക്സ് പ്രോബ്ലംസ് വന്ന് പെടാനൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അവർ ചെയ്തു വെച്ച ചില കർമ്മങ്ങളുടെ ഫലമായി ചില ഉപദ്രവങ്ങൾ വരുന്നതാണ്, നിയമപരമായ ഉപദ്രവങ്ങൾ വരുന്ന ഉള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നോക്കാനായിട്ട്. അപ്പോൾ നമുക്കുണ്ടാകാവുന്ന പല മാനസിക പ്രശ്നങ്ങളെയും പുറത്തുനിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാട് നടത്തുകയും അതേപോലെ തന്നെ ദാനധർമാദികൾ നടത്തി തങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തിപ്പെടുത്തേണ്ടതാണ്. മകരക്കൂറ് ഉത്രാടം മുക്കാൽ പാദവും തിരുവോണം അവിട്ടം അരപ്പാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിയിലുള്ള ബിസിനസ്സുകാർക്ക് ഈ കാലം നല്ലതാണ്. ഈ ആഴ്ച അവർക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുക, പുതിയ പുതിയ പങ്കാളികളെ ലഭിക്കുക, ബിസിനസ്സുകൾ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള അവസരങ്ങൾ വരിക, പല സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിക്കുക, ചെയ്യുന്ന ബിസിനസ്സുകളിൽ ലാഭം കിട്ടുക, അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ കാര്യങ്ങൾക്കുള്ള തുടക്കം ഈ ആഴ്ച കുറിക്കുന്നതാണ്. വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടും. നമ്മൾ കേട്ടപ്പോൾ അമിതമായി സന്തോഷിക്കാതെ അതിനെ സമർത്ഥമായി ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെങ്കിലും അതിൽ നിന്നും ഒരു ശാന്തി ലഭിക്കാതെ വരികയും അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വസ്തു വിൽപ്പന നടത്തുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ വസ്തുവിന് മതിയായ വില ലഭിക്കാതെ വരികയും മറ്റൊരാൾ കബളിപ്പിക്കപ്പെടാതെ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ സമീപിക്കാനായിട്ട്. നല്ല ഒരു വിദഗ്ധ ഉപദേശം തേടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനൊരു സാധ്യതയുണ്ട്. അവർ തേടിക്കൊണ്ടിരിക്കുന്ന അവരെ മനസ്സിന് ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിലും കുറച്ച് പുരോഗതി ഉണ്ടാവുകയും പല പല അവസരങ്ങൾ തേടി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും. അവരാഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അശ്രദ്ധ മൂലം കുറച്ച് പ്രശ്നങ്ങൾ പെടാനൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രത്തിലുള്ള ജാതകർക്ക്. അതേപോലെ തന്നെ പെൺകുട്ടികൾ വളരെ ശ്രദ്ധയോടെ വേണം. കാര്യം അവർക്ക് പ്രണയത്തിൽ പെടാനും അതിലൂടെയുള്ള ചതി പറ്റാനും ഒരു സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് മകരാശിയിലുള്ള ആൾക്കാർക്ക് മനസ്സിന് ശാന്തി ലഭിക്കാനായി യഥാശക്തി അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്ത് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാനും അതിന് ഒരു മുൻകൂട്ടി ഒരു ധാരണയുണ്ടാക്കാനും സാധിക്കുന്നതാണ്. കുംഭരാശി അവിട്ടം അരപ്പാദവും ചതയം പൂരിട്ടാതിയുടെ മുക്കാപാദവും ചേർന്നാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ഭ്രമങ്ങൾ ഉണ്ടാവുക, ആ ഭ്രമങ്ങൾ മൂലം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക എന്നാണ് പറയേണ്ടത്. ഇപ്പം നമുക്കൊരു മോഹം സാധിക്കാനായി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ ചെയ്യുകയും ആ ശ്രമം നമുക്ക് അപകടമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അവർ താൻ ആശിച്ച വാഹനം വാങ്ങാൻ ശ്രമിക്കുകയും അതിന് പ്രശ്നങ്ങൾ വരികയും അതിൽ പെട്ട് നിയമപരമായ ചില പ്രശ്നങ്ങളിൽ ചെന്നപ്പെടാൻ ഒരു സാധ്യത കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ചതയം പൂരിട്ടാതി നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ചതിവ് പറ്റാനുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് അവരും വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. അത് മറ്റുള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ ശരിയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ അതിന് വേണ്ടുന്ന ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുത്തുചാടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നഷ്ടങ്ങൾ വരികയും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുകയും
അതുമൂലം നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷവും കുറച്ച് കലുഷിതമായിരിക്കും. അതിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രാശിയിലുള്ള ആൾക്കാരും തങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാനും മനസ്സിന് ശാന്തി ലഭിക്കാനായിട്ടുമായിട്ട് അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും ദാനധർമാദികൾ നടത്തുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും തങ്ങളുടെ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു സൊല്യൂഷൻ കിട്ടുകയും അതിൽ നിന്ന് കരകയറാനും സാധിക്കുന്നതാണ്. മീനരാശി പൂരിട്ടാതി കാൽപാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേർന്നാണ് മീനരാശി. മീനരാശിക്കാർക്ക് ഈ കാലം അനുകൂലമാണ്. അവർ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ നടക്കുകയും അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാനും അതുപോലെ തന്നെ ധനസമൃദ്ധി ഉണ്ടാവുകയും പല രീതിയിലുള്ള മംഗളകാര്യങ്ങൾ നടക്കുക, ആശിച്ച കാര്യങ്ങൾ നടക്കുക, നേട്ടങ്ങൾ ഉണ്ടാവുക, അങ്ങനെ എല്ലാത്തിലും ഒരു സന്തോഷപ്രദമായ ഒരാഴ്ചയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ സുഖമുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദുഃഖങ്ങൾ വരുന്നുണ്ട്. അശ്രദ്ധ മൂലം ഉണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങൾ അവർക്ക് ദോഷകരമായി ഫലിക്കുന്നതാണ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ അത് അപകടത്തിൽപ്പെടാനൊരു സാധ്യത അവിടെയുണ്ട്. കാരണം ശ്രദ്ധക്കുറവാണ് അതിൻ്റെ കാരണം. അതേപോലെ തന്നെ ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽപ്പെട്ട ദമ്പതികളായിട്ടുള്ള പുതിയ വാഹനം വാങ്ങുകയും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുകയും സ്ഥലം വാങ്ങിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ അബദ്ധം പറ്റാനൊരു സാധ്യത അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം. നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റുകൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. കാരണം ഒരു ശ്രദ്ധക്കുറവുണ്ട്. കാലം നല്ലതാണെന്ന് വിചാരിച്ച് കുറവോടെ പല കാര്യങ്ങൾ ചെയ്യുകയും അത് അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് വിദഗ്ധോപദേശം തേടി വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും മാനസികമായിട്ട് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ശാന്തി കിട്ടാനായിട്ടും പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ടും അല്ലെങ്കിൽ അതിൽ പെട്ട് മനസ്സ് വലയാതിരിക്കാനുമായി വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. മനസ്സിന് ശാന്തി ലഭിക്കുകയും മറ്റുള്ള ആൾക്കാരുമായി വളരെയധികം നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.